ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അറ്റ് പ്രസന്റ് സൗരവ് ഏജ് ഈസ് 3 years മോർ ദാൻ ദ സ്ക്വയർ ഓഫ് ഹിസ് സൺ. രവീസ് ഏജ് വെൻ രവി ഗ്രോസ് ടു ഹിസ് ഫാദേഴ്സ് പ്രസന്റ് ഏജ്, സൗരവ് ഏജ് വുഡ് ബി 6 years ലെസ് ദാൻ 13 times ദ പ്രസന്റ് ഏജ് ഓഫ് രവി. ഫൈൻഡ് ദ പ്രസന്റ് ഏജ് ഓഫ് രവി ആൻഡ് സൗരവ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മാത്രം ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, സൗരവ് ഏജ് ഈസ് 3 years മോർ ദാൻ ദ സ്ക്വയർ ഓഫ് ഹിസ് സൺ രവി. അപ്പോൾ നമുക്ക് ലെറ്റ് പ്രസൻറ്റ് ഏജ് എന്ത് ചെയ്യാം, ഇങ്ങനെ എടുക്കാം. പ്രസൻറ്റ് ഏജ് രവിയുടെ പ്രസൻറ്റ് ഏജ് എന്തെടുക്കാം, ലെറ്റ് രവീസ് ഏജ് പ്രസൻറ്റ് ഏജ് ഓഫ് രവി എന്തെടുക്കാം, എക്സ് എടുക്കാം. രവിയാണ് സൺ. ഇനി സൗരവ് ഫാദറാണ്. അപ്പോൾ സൗരവ്സ് ഏജ് കണ്ടീഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്, 3 years മോർ ദാൻ ദ സ്ക്വയർ ഓഫ് ഹിസ് സൺ എന്നാണ് പറഞ്ഞത്. സോ 3 years മോർ ദാൻ ദ സ്ക്വയർ ഓഫ് ഹിസ് സൺ എന്ന് പറഞ്ഞാൽ സ്ക്വയർ പ്ലസ് 3 ഇതാണ്. ഇത് ഓക്കെ. ഫസ്റ്റ് ഈ കണ്ടീഷൻസ് രണ്ടും ജസ്റ്റ് എഴുതി വെക്കുക. രണ്ടാമത്തെ കണ്ടീഷനിലാണ് ചിലപ്പോൾ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവുക. വെൻ രവി ഗ്രോസ് ടു ഹിസ് ഫാദേഴ്സ് പ്രസൻറ്റ് ഏജ്. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. രവി എന്ത് ചെയ്തു, ഫാദർ സൗരവിൻ്റെ പ്രസൻറ്റ് ഏജിലോട്ട് എത്തി എന്നാ പറഞ്ഞു. ഇപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് അസ്യൂം ചെയ്യുക, രവിക്ക് 10 years ഫാദറിന് 40 years ആണെങ്കിൽ രവി ഫാദറിൻ്റെ ഏജിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ എത്ര വർഷം എടുക്കും, എത്ര ഇയേഴ്സ് എടുക്കും? യെസ്, നമുക്കറിയാം അല്ലേ, 30 years എടുക്കും. ദാറ്റ് മീൻസ് സൗരവ് ഏജിൽ നിന്ന് 10 മൈനസ് ചെയ്ത് ആ 30 ആണ് കിട്ടിയിട്ടുണ്ടാവുക. സോ 40 മൈനസ് 10 ഈക്വൽ ടു 30 എന്നായിരിക്കും എന്ത് ചെയ്യുക, ആൻസർ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഈ ഒരു കോൺസെപ്റ്റ്, അതായത് സൗരവിൻ്റെ ഏജിൽ നിന്ന് രവിയുടെ ഏജ് കുറച്ചതായിരിക്കും എന്ത്, രവി സൗരവിൻ്റെ ഏജിലോട്ട് എത്താൻ എടുത്തിരിക്കുന്ന ഇയർ എന്ന് പറഞ്ഞത്. അപ്പം അതന്നെയാണ് ഇവിടെ നോക്കേണ്ടത്. നോക്കണം, ആ കണ്ടീഷൻ നോക്കണേ. രവി ഗ്രോസ് ടു ഹിസ് ഫാദേഴ്സ് പ്രസൻറ്റ് ഏജ്. അപ്പോൾ എത്ര വർഷം കഴിഞ്ഞാൽ ആ രവി ഫാദറിൻ്റെ പ്രസൻറ്റ് ഏജിലോട്ട് എത്തുക? യെസ്, എപ്പോഴാണ് ദാ ഫാദറിൻ്റെ ഏജിൽ നിന്ന് രവിയുടെ ഏജ് കുറച്ചിട്ടുള്ള ഇയേഴ്സ്, അതായത് ആഫ്റ്റർ എത്ര ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ്, ഫാദറിൻ്റെ ഏജ് മൈനസ് രവീസ് ഏജ് ഇയേഴ്സ് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക, രണ്ട് പേർക്കും, അതായത് രവി സൗരവിൻ്റെ ഏജിലോട്ട് എത്തുക. അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻ ഒന്ന് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൗരവിൻ്റെ ഏജ് ഇത്ര വർഷം കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം ഇപ്പോൾ ഇവിടെ നോക്കുക, രവി സൗരവിൻ്റെ ഏജിലേക്ക് എത്താൻ എന്ത് ചെയ്യണം, ഇത്ര വർഷം 30 years കഴിയണം. അപ്പോൾ 30 years കഴിഞ്ഞാൽ സൗരവിൻ്റെ ഏജ് എത്ര, 40 + 30 70 ആവും. അങ്ങനെയാണ് ഈ കണ്ടീഷനിൽ എങ്ങനെയാണ് വരിക, സൗരവിൻ്റെ ഏജ് ഈ കണ്ടീഷനിൽ സൗരവിൻ്റെ ഏജ് എന്തായിരിക്കും വരിക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സൗരവിൻ്റെ ഏജ് എന്തായിരിക്കും വരുന്നുണ്ടാവുക എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നമ്മൾ ജസ്റ്റ് ഇതിൽ നിന്ന് മൈനസ് ചെയ്യും. സൗരവിൻ്റെ ഇപ്പോഴത്തെ ഏജ് എന്താ, പ്രസൻറ്റ് ഏജ് x² + 3 ആണ്. ഇനി അതിലോട്ട് എന്ത് ചെയ്യുക, ഇതുകൂടെ ആഡ് ചെയ്യുക. ഏത്, x² + 3 - x. നമ്മളിതാ ഇവിടെ ചെയ്തു, സൗരവിൻ്റെ ഏജ് 40 ആയിരുന്നു, അതിലോട്ട് ഈ ഡിഫറൻസ് കൂടി ആഡ് ചെയ്തു 30. അപ്പോൾ അതന്നെ ഇവിടെ ചെയ്തത്, ഈ ഡിഫറൻസ് കൂടെ ആഡ് ചെയ്തപ്പോൾ എന്തായി ഇക്വേഷൻ, 2x² ആയി. പിന്നെ -x 2x² - x + 6 ആയി. അപ്പോൾ രവി ഫാദറിൻ്റെ ഏജിലോട്ട് എത്തിയ സമയത്ത് ഫാദറിൻ്റെ ഏജാണ് ഈ കിട്ടിയിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ടത്, അവിടെ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആ കണ്ടീഷൻ എഴുതാൻ പോവാണ്. എന്താ കണ്ടീഷൻ, സൗരവ് ഏജ് വുഡ് ബി 6 years ലെസ് ദാൻ 13 times ദ പ്രസൻറ്റ് ഏജ് ഓഫ് രവി. അപ്പോൾ സൗരവിൻ്റെ ഏജ്, അതായത് ഇപ്പോഴത്തെ സൗരവിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 2x² - x + 6 ആണ് സൗരവിൻ്റെ ഏജ്. അതെന്താവും, 13 times 6 years ലെസ് ദാൻ 30 times ഓഫ് പ്രസൻറ്റ് ഏജ് ഓഫ് രവി. പ്രസൻറ്റ് ഏജ് ഓഫ് രവി എന്താ, എക്സ് ആണ്. ഇതിൻ്റെ 13 times എന്താ, 13x ആണ്. മൈനസ് എന്തായിരിക്കും, 6 years ലെസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ 6. മക്കളെ, ഇത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങളെ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഇതൊന്ന് ഇക്വേഷൻ ആക്കിയിട്ട് സോൾവ് ചെയ്താൽ മതി. ഇപ്പോൾ ഇക്വേഷൻ ആക്കുമ്പോൾ നമുക്കറിയാം 2x² - x - 13x + 6 +
6 എന്ന് വരും ഈക്വൽ ടു 0. അപ്പോൾ 2x² മൈനസ് 14x പ്ലസ് 12 ഈക്വൽ ടു 0 എന്ന് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തൊന്നും 2 നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ x² മൈനസ് എന്താ വരിക 7x പ്ലസ് 6 ഈക്വൽ ടു 0. ഒന്ന് ഫാക്ടറൈസ് ചെയ്താൽ നമുക്കറിയാം ഏതൊക്കെ 6ഉം 1ഉം അല്ലേ, -1ഉം -6ഉം. അപ്പോൾ x മൈനസ് 6 x മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ x ഈക്വൽ ടു 6 x ഈക്വൽ ടു 1 എന്ന് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇനി ഒന്ന് ജസ്റ്റ് നോക്കി നോക്കുക, എക്സ് 2 വാല്യൂ കിട്ടിയിട്ടുണ്ട്, x ഈക്വൽ ടു 6ഉം ആൻഡ് x ഈക്വൽ ടു 1. ഇനി 1 പോസിബിൾ ആവുമോ? ജസ്റ്റ് നോക്കി നോക്കുക 1 പോസിബിൾ ആവുമോ എന്നുള്ളത്. രവിയുടെ ഏജ് 1 ആണെന്നുണ്ടെങ്കിൽ, രവീസ് ഏജ് 1 ആണെന്നുണ്ടെങ്കിൽ ഫാദർ ഏജ് എന്തായിരിക്കും? x² പ്ലസ് 3, 1² പ്ലസ് 3 4. ഫാദറിൻ്റെ ഏജ്, സൗരവ് ഏജ് എന്താവും? 4 ആവും. അത് പോസിബിൾ ആവില്ല അല്ലേ? 4 ഇയർ ഉള്ള ഒരു അച്ഛൻ ഉണ്ടാവില്ല, ഒരു ഫാദർ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് പോസിബിൾ അല്ല. എന്ത് കൊടുക്കാം? x ഈക്വൽ ടു 6 എന്ന് കൊടുക്കാം. x ഈക്വൽ ടു 6 ആകുമ്പോൾ സൗരവ് ഏജ് എന്തായിരിക്കും? രവീസ് ഏജ് നമുക്കറിയാം, രവീസ് ഏജ് 6 ഇയേഴ്സ് കിട്ടും. അതുപോലെ ഫാദേഴ്സ് ഏജ്, സൗരവ് ഏജ് എന്താ കിട്ടുക? സൗരവ്സ് ഏജ് 6² പ്ലസ് 3 അല്ലേ? 6² പ്ലസ് 3 എന്ന് പറയുമ്പോൾ 36 പ്ലസ് 3 39 ഇയേഴ്സ് ആണ്. അപ്പോൾ ജസ്റ്റ് ഈ കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക.